സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവിക സമാധാനം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആശങ്കകൾ നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നു. യുദ്ധശ്രുതികളെക്കുറിച്ചും അങ്ങനെ ഉള്ള സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തീർച്ചയായിട്ടും ദൈവം കൃപ നൽകട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം 7-ാമത്തെ വാക്യം: പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ആരംഭം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ. മനുഷ്യഹൃദയം എപ്പോഴും പുതുമയുടെ പുറകെ പായുകയാണ്. പുതിയ ആശയങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ഉപദേശങ്ങൾ, പുതിയ വചനങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യനെ ആകർഷിക്കുന്നത്, മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. പഴയതിലൊന്നും വലിയ താല്പര്യം പലർക്കുമില്ല. അതെല്ലാം ഉപയോഗശൂന്യമാണെന്നാണ് പലരുടെയും വെയ്പ്പ്. ഇന്നലകളിൽ അനുഭവിച്ചതൊന്നും ഇന്നത്തെ മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആത്മീയ ജീവിതത്തിലും ഈ ഒരു പ്രവണത കണ്ടുവരുന്നു. ഞാൻ എത്രയോ കാലങ്ങളായി ഈ പ്രസംഗം ഇതിനോടകം എത്രയോ പ്രാവശ്യം കേട്ടു. ഇങ്ങനെയൊരു മനോഭാവം, വചനം കേൾക്കുമ്പോൾ ഇത് പഴയതാണ്, കേട്ടതാണ് എന്ന മനോഭാവം. പുതുമയുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി ആളുകൾ സഞ്ചരിക്കുന്നു. പക്ഷെ ഇന്നത്തെ വചനത്തിൽ നാം വായിച്ചു, പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ആരംഭം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ. ഇത് നമ്മെ തീർച്ചയായിട്ടും സ്പർശിക്കട്ടെ. പഴയത് നിലനിർത്തുവാൻ ആണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവം പുതിയ ആശയങ്ങൾ കൊണ്ടും പുതിയ ഉപദേശങ്ങൾ കൊണ്ടും പുതിയ വചനത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കൊണ്ടും ഒന്നും നമ്മളെ വിസ്മയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകിയ വചനമാകുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ പഴയ കൽപ്പന അതുതന്നെയാണ് കർത്താവ് നമ്മോട് പറയുന്നത്. പുതിയ കൽപ്പനയല്ല, ആരംഭം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന അത് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ പഴയ കൽപ്പന എന്താണ്? അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ഇതാണ് പഴയ കൽപ്പന. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അത് പുതുമയുള്ള ഒരു വചനമായിരുന്നില്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഓരോ കാലങ്ങളിലും ദൈവം ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന സത്യം തന്നെയായിരുന്നു. പഴയത് അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം ഇളക്കിക്കളഞ്ഞാൽ കെട്ടിടത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് പുതുമയുടെ പിന്നാലെ ഓടുമ്പോൾ ദൈവം നമ്മെ തിരിച്ചു വിളിക്കുകയാണ്. പുതിയത് കണ്ടെത്തുന്നതിൽ അല്ല, പഴയ സത്യത്തിൽ നിലനിൽക്കുന്നതിൽ, അതിൽ വേരൂന്നി വളരുന്നതിൽ, അതിലടിസ്ഥാനപ്പെടുന്നതിൽ ആണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. ആരംഭം മുതൽ തിരുവെഴുത്തിലൂടെ നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട കൽപ്പന സ്നേഹമെന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. പുതിയത് തേടുന്നത് മുഴുവൻ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പുതിയ സഭകൾ, പുതിയ ഉപദേശങ്ങൾ, പുതിയ സിദ്ധാന്തങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ നേതാവായി അങ്ങനെ അങ്ങ് പോകുന്നത്. പഴയ കൽപ്പനയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. നാം പുതുമയുടെ വഴി തേടുന്നവരാണോ, അതോ പഴയ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ? നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാൻ കഴിയണം. മോശയ്ക്ക് ദൈവം കൊടുത്തതും യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതുമെല്ലാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ
നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ഇതാണ് ന്യായപ്രമാണം മുഴുവൻ പൂർണ്ണമാക്കുന്ന വചനം, സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തോടുള്ള സ്നേഹവും സഹോദരനോടുള്ള സ്നേഹവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ക്രിസ്തീയ ജീവിതം ധന്യമാകും. അതാണ് വാസ്തവത്തിൽ നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. പുതുമകൾ തേടി പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിലെ ആ പഴയ കൽപ്പനകൾ ആദാമിനും ഹൗവയ്ക്കും കൊടുത്ത, മോശയ്ക്ക് കൊടുത്ത, രാജാക്കന്മാർക്ക് കൊടുത്ത, ന്യായാധിപന്മാർക്ക് കൊടുത്ത, പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പഴയ കൽപ്പന, സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ആ കൽപ്പനയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പുതിയ വചനങ്ങളോ പുതിയ വചനത്തിൻ്റെ സത്യങ്ങളോ ഒന്നുമല്ല നാം അന്വേഷിക്കേണ്ടത്. പഴയത് ദൈവത്തെ സ്നേഹിക്കുക, അതിലടിസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് മാറാത്ത ദൈവമാണ്. പഴയതിലേക്ക് തിരിച്ചു വരുവാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നു. ലോകസൃഷ്ടി മുതൽ അങ്ങ് മനുഷ്യന് കൊടുത്ത ആ പഴയ കൽപ്പന സ്നേഹിക്കുക എന്നുള്ളതനുസരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ